ഇതാര് അന്യനാട്ടുകാരാണെന്ന് തോന്നുന്നു. ആ മുഖത്തേക്ക് നോക്കൂ, എന്തൊരു ദൈവിക ഭാവം. കണ്ടിട്ടൊരു കച്ചവടക്കാരനാണെന്ന് തോന്നുന്നില്ല. ദാ നോക്കൂ, കക്ഷി നമ്മുടെ അടുത്തേക്ക് വരുന്നു. ആരിത്? ഞാൻ പൗരസ്ത്യ ദേശക്കാരനാണ്. നിങ്ങൾക്കൊരു സദ്വാക്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. സദ്വാക്യോ? നിങ്ങൾ ആരാണ്? ഞാൻ ഒരു പണിക്കാരനാണ്. കെട്ടിടം പണിക്ക് ആവശ്യമായ എല്ലാ പണികളും എനിക്കറിയാം. ഓ, അപ്പോൾ ജോലി തേടി വന്നതാണല്ലേ? ഈ നാട്ടിലെ ഒരു നാടുവാഴി അദ്ദേഹത്തിന്റെ കൊട്ടാരം പണിക്കായി എന്നെ ക്ഷണിച്ചു. ദൂരം അധികമായതിനാലും എനിക്കറിയാത്ത സ്ഥലമായതിനാലും ഞാൻ തീരെ വരാതിരിക്കുകയായിരുന്നു. പക്ഷേ എന്റെ ഗുരു, എന്റെ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ഗുരുവോ? അതാരാണ്? സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കുകയും മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്യുകയും ചെയ്ത ഒരു ദൈവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല ശേലായി. അങ്ങനെ ഒരാളുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. രക്ഷയുടെ സദ്വാക്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാടുവാഴിക്ക് വേണ്ടി കൊട്ടാരം പണിയാൻ വന്നതല്ലേ? ഉവ്വ്, അദ്ദേഹത്തിനു വേണ്ടി അതിമനോഹരമായ ഒരു മാളിക പണിയുകയും വേണം. നിങ്ങൾ ഏതോ ഒരു ഗുരുവിന്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം എവിടെയാണ്? അതിവിദൂരമായ പൗരസ്ത്യ ദേശത്തു നിന്നും. നിങ്ങളെ അദ്ദേഹം തനിയെ വിട്ടത് എന്തിനാണ്? സുഹൃത്തെ, എന്റെ ഗുരുവിന്റെ അനുഗ്രഹമല്ല, അദ്ദേഹം തന്നെ എന്റെ കൂടെയുണ്ട്. എന്താണ് ഈ പറയുന്നത്? അതെ, അന്ധകാരത്തിന്റെ നിഴലിലിരിക്കുന്ന സത്യദൈവത്തെ പറ്റി ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് സത്യത്തിന്റെ വഴി കാണിക്കാൻ വേണ്ടിയാണ് എന്റെ ഗുരു എന്നെ അയച്ചിരിക്കുന്നത്. അതെ പ്രഭു, ഞാനൊരു വിദേശിയാണ്. ഞാനൊരു കൊത്തുപണിക്കാരൻ കൂടിയാണ്. ഓഹോ, അങ്ങനെയെങ്കിൽ എനിക്കൊരു പുതിയ കൊട്ടാരം പണിയണമെന്നുണ്ട്. കൊത്തുപണി മേൽത്തരമായിരിക്കണപ്പാ. ഓ പ്രഭു, എവിടെയാണ് തങ്ങൾക്ക് വേണ്ടി ഞാൻ ആ കൊട്ടാരം പണിയേണ്ടത്? ആ കാണുന്ന പുള്ളിയുടെ നേരത്ത് അതവിടെ. പ്രഭു, രാജാവേ, താങ്കൾക്കുള്ള മനോഹരമായ ഒരു മാളിക ഞാൻ പണിതു കഴിഞ്ഞു. ഇഹത്തിലല്ല, പരത്തിൽ. രാജാവ് അറിയുമ്പോൾ സന്തോഷിക്കുകയില്ലെന്ന് മാത്രമല്ല, എനിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യും. ഗുരുവേ, ഗുരുവേ, എന്നെ സുഖപ്പെടുത്തിയാൽ ഗുരുവേ, അങ്ങയുടെ ദൈവമായ കർത്താവിന് എന്റെയും മുറത്തു മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സഹോദര, നീ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഗുരു. എങ്കിൽ ദൈവമായ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ. എന്റെ നാഥനും കർത്താവുമായ ദൈവമേ, ബലഹീനനും അയോഗ്യനുമായ എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കുന്നു. നന്ദി കർത്താവേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ തട്ടി അല്പം പൊങ്ങി കിട്ടിയിരുന്നെങ്കിൽ ഇതിനെ ഇതൊന്ന് മാറ്റാമായിരുന്നു. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? തിരുനാളായിരിക്കുമ്പോൾ വെള്ളം അടിച്ചു കയറി നമ്മുടെ വീടുകൾ നാശം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഇവിടെ നിന്നും മാറ്റി ഒരു ഉയർന്ന തിട്ടയുണ്ടാക്കിയാൽ വെള്ളം അടിച്ചു കയറുന്നത് തടയാമായിരുന്നു.
ഇനി വെള്ളം ഈ തൂണിനപ്പുറത്ത് വരും. ഇനി വെള്ളം അടിച്ചു കയറി നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല. സത്യദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ നിങ്ങൾ ആശ്രയിക്കുന്നു. ദൈവം സ്നേഹമാണ്. അന്ധവിശ്വാസങ്ങളുടെ അന്ധകാരത്തിൽ നിന്നും ഈ ദേശവാസികളെ പ്രകാശത്തിലേക്ക് ആനയിക്കാനാണ് എന്റെ നാഥൻ എന്നെ ഇവിടേക്ക് അയച്ചത്. തന്റെ ജീവൻ കുരിശിൽ ഹോമിച്ച ദൈവപുത്രൻ 3-ാം ദിവസം വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റു. നമുക്കായി അടയ്ക്കപ്പെട്ടു പോയ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരികയും ചെയ്തു. സത്യമാർഗത്തിൽ ചരിക്കുവിൻ, അതിനായി നിങ്ങൾ സത്യദൈവത്തെ അറിയുന്നു. അദ്ദേഹം പറയുന്ന ആ ദൈവത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ പേർ വിശ്വസിക്കുന്നു. ജലത്താൽ അദ്ദേഹം അവിടെ സ്നാനം ചെയ്യുന്നു. ശരിയാണ്. ഇതിൽ സത്യമില്ലെങ്കിൽ ഇത്രയേറെ പേർ ആ മതത്തിലേക്ക് ആകർഷിക്കപ്പെടുമായിരുന്നില്ല. ഇല്ല, ഇയാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കണ്ട. ഈ പോക്ക് പോയാ ഈ ദേശക്കാരൻ മുഴുവൻ മതമാറി ക്രിസ്ത്യാനികളാവും. ഇയാളെ ഇങ്ങനെ വിട്ടുകൂടാ. നമ്മൾ അയാളെ ദ്രോഹിക്കുന്നത് എന്തിനാ? ഇവിടെ വന്നിട്ട് എല്ലാവർക്കും നന്മകൾ മാത്രമേ അയാൾ ചെയ്യുന്നുള്ളൂ. കഷ്ടം. ഇതാണോ നന്മ? നമ്മുടെ പൂർവികരുടെ വിശ്വാസത്തിനെതിരെയാണ് ഇയാൾ വാളുയർത്തിയിരിക്കുന്നത്. നോക്കുക, നമ്മുടെ വിശ്വാസം സത്യമായിരുന്നില്ല. ആ തിരിച്ചറിലല്ലേ മതമാറ്റം നടന്നിട്ടുള്ളത്. അയാൾ ആ ഗുഹയിലാണ് ഒളിച്ചിരിക്കുന്നത്. പല രാജകുടുംബങ്ങളും അനേകം ബ്രാഹ്മണരും അയാളുടെ വാക്കുകൾ വീണ് മതം മാറി. അയാൾ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒളിച്ചിരിക്കുന്നത് അയാൾ മാറിക്കളയുമോ? നമുക്ക് അയാളെ കവർത്തിയേ പറ്റൂ. എന്റെ നാഥനും കർത്താവുമായ യേശുവേ, അങ്ങനെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ഞാൻ ചെയ്തു കഴിഞ്ഞു. എനിക്ക് അവിടത്തോട് ചേരുവാൻ സമയമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വിശ്വസിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണം. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ, നിനക്ക് ഭാഗ്യം. എന്തെന്നാൽ നിന്റെ ഗുരുവിന്റെ കൈകളിലെ മുറിവുകളെയും കുണ്ടത്താൽ തുളയ്ക്കപ്പെട്ട അവന്റെ വിലാപ്പുറവും സ്പർശിപ്പാനായിട്ട് നിന്നെ യോഗ്യനാക്കി. കർത്താവിന്റെ മുറിവുകളിലുള്ള സ്പർശനത്താൽ നിന്റെ ഇരട്ട വിരലുകൾ